കൊല്ലം കുണ്ടറയിൽ നവവധുവിനെ കല്യാണം കഴിഞ്ഞ് 5-ാം നാൾ മുതൽ ഭർത്താവ് ക്രൂരമായി മർദ്ദിക്കുന്നുവെന്ന പരാതി. കുണ്ടറ പോലീസ് ഭർത്താവ് നിതിനെതിരെ കേസെടുത്തു. സ്ത്രീധനം ആവശ്യപ്പെട്ട് ശരീരമാസകലം അടിക്കുകയും കടിക്കുകയും ചെയ്തുവെന്നാണ് ആരോപണം. പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ നിഷേധിക്കുകയാണ് നിതിന്റെ കുടുംബം. കുണ്ടറ വെള്ളിമണിൽ വിവാഹം കഴിഞ്ഞ് 4-ാം ദിവസം തന്നെ ഭർത്താവിൻ്റെ ഭാഗത്തു നിന്ന് അതിക്രൂരമായ മർദ്ദനം ഏറ്റുമെന്ന പരാതിയുമായാണ് യുവതി പോലീസിൽ സമീപിച്ചത്. കുണ്ടറ പോലീസ് FIR രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. സ്ത്രീധനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അമിതമായി ആവശ്യപ്പെടുകയും പൈസ എല്ലാം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ മർദ്ദിച്ചതെന്നുള്ളതാണ് യുവതി ഇപ്പോൾ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത്. നമുക്ക് അവരോട് തന്നെ കാര്യങ്ങളൊന്ന് ചോദിച്ചറിയാം. കല്യാണത്തിന് ശേഷം കാര്യം 25-ാം തീയതിയാണ് വിവാഹം നടക്കുന്നത്. അതിനുശേഷം എങ്ങനെ ഈ പ്രശ്നങ്ങളിലേക്ക് പോകുന്ന ഇത്രയും ഗുരുതരമാകുന്നത്? അതിനുശേഷം 28-ന് ഒരു ചടങ്ങുണ്ട് ക്രിസ്ത്യൻസ്, അതായത് ചെറുക്കനെയും പെണ്ണിനെയും പെണ്ണിൻ്റെ വീട്ടിൽ കൊണ്ടുവരണം. അതിനുശേഷം 2 ദിവസം ഇവിടെ നിന്നതിന് ശേഷം തിരിച്ചു പോകും. അപ്പോൾ പുള്ളി വന്ന് നിന്നില്ല, എന്നെ കൊണ്ടാക്കി. പുള്ളി ഇങ്ങനെ വീണ്ടും വീണ്ടും ചോദിക്കുന്നതാണ്. ഞാൻ ഗോൾഡ് ആദ്യമേ തന്നെ മാറ്റിയായിരുന്നു, എൻ്റെ വീട്ടിൽ തന്നെ കൊണ്ടുവന്നിരുന്നു, ഞാൻ ഫുള്ള് ഗോൾഡ് കൊണ്ടുവന്നിരുന്നു. അപ്പം പുള്ളി 29-ന് രാവിലെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് 1.5 ലക്ഷം പണയം വെച്ച് വേണം, ബാക്കിയുള്ള സ്വർണ്ണം എല്ലാം എടുത്തിട്ട് വാ. ആരോടെ ചോദിച്ചിട്ടാണ് ഇവിടുന്ന് സ്വർണ്ണം എല്ലാം കൊണ്ടുപോയേ, ഇവിടെ കൊണ്ടുവന്ന് വെക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് പറ്റത്തില്ല, ഓൾറെഡി ഞാൻ ഇത്രയും ഡെറ്റിലാണ്, ഇനി അതൊന്നും പറ്റില്ല എന്ന് പറഞ്ഞു. ഞാൻ പോയില്ല. അതിനുശേഷം പുള്ളി വീട്ടിൽ വന്നു സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഇവിടെ നിന്ന് സംസാരിച്ചാൽ മതി, വേണ്ടാന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ നിന്നിട്ട് ഇവിടെ സീനുണ്ടാക്കും. അങ്ങനെ ഞാൻ നാണക്കേട് ഓർത്ത് ഞാൻ കൂടെ കയറിപ്പോയി. അവിടെ ചെന്ന് നേരെ എന്നെ റൂമിൽ കൊണ്ടുപോയി ഡോർ അടച്ചിട്ട് ഓരോ കാര്യം പറഞ്ഞു. അത് ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളി വിളിക്കാൻ വന്ന് ഇവിടെ വെയിറ്റ് ചെയ്ത് ഹോൺ അടിച്ചപ്പം എൻ്റെ വീട്ടിലുള്ളവർ ചിരിച്ചു എന്ന് പറഞ്ഞു. അവരെന്നെ നോക്കി ചിരിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ആദ്യം അടിക്കാൻ തുടങ്ങിയത്. എന്നെ കട്ടിലിൽ ഇട്ടിട്ട് എൻ്റെ പുറത്ത് കയറി ഇരുന്നിട്ട് തലയ്ക്കെല്ലാവരും അടിക്കുന്നത്. എന്നിട്ട് പുള്ളി ഇങ്ങനെ ഇടയ്ക്കൂടി പറയുന്നുണ്ടായിരുന്നു, ആര് പറഞ്ഞാലും വിശ്വസിക്കത്തില്ല, എനിക്കൊരു പാടും വരാതെ അടിക്കാൻ അറിയാമെന്ന് പറഞ്ഞിട്ട് ഫുള്ള് തലയിൽ മുടി പിടിച്ച് വലിക്കുക. ആ ബെഡ് മൊത്തം എൻ്റെ മുടിയാണ് മൊത്തം വലിച്ച്, എന്നിട്ട് തലയിൽ മൊത്തം അടിച്ചു. എന്നിട്ട് എപ്പോഴോ കൂടുതൽ ദേഷ്യം വന്നപ്പോഴാണ് ഇവിടെ 2 ചെവിക്കുറ്റിക്ക് അടി കിട്ടി. ഇവിടെ ഇങ്ങനെ പാട് വന്നെല്ലാം കൂടുതൽ ദേഷ്യം വന്നു. പിന്നെ കഴുത്തിൽ പിടിച്ച് ഞെക്കുന്നുണ്ടായിരുന്നു, ശ്വാസം മുട്ടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ മൂക്കിൽ എനിക്കൊരു അടി കിട്ടി. അപ്പോൾ ഇങ്ങനെ കണ്ണിലിങ്ങനെ മിന്നൽ പോലെ വന്നിട്ട് പിന്നെ എനിക്ക് ക്ലിയർ ആയിട്ടൊന്നും കാണാൻ പറ്റാതെ, പിന്നെ എനിക്ക് അടിക്കുന്നൊന്നും വേദന അറിയുന്നില്ലായിരുന്നു. അപ്പം പുള്ളീൻ്റെ വയറ്റിൽ ഇടിച്ചായിരുന്നു. അത് ഇപ്പം പെയിൻ കില്ലറിൻ്റെ എഫക്റ്റ് മാറി ഇപ്പോഴാണ് എനിക്കത് അറിയാൻ പറ്റുന്നത്. പിന്നെ കയ്യിലൊക്കെ കടിച്ചു, പക്ഷെ അതിൻ്റെ ഒന്നും വേദന എനിക്ക് അപ്പം അറിയാൻ പറ്റുന്നില്ല. ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ അവിടെ വീട്ടിൽ വേറെ ആരും ഇല്ലായിരുന്നു ഇതിനൊന്നും തടുക്കാനായിട്ട്? ഡോറ് ലോക്ക്ഡ് ആയിരുന്നു, പക്ഷേ അമ്മയും സിസ്റ്റേഴ്സും എല്ലാം വെളിയിൽ തന്നെ ഉണ്ടായിരുന്നു. അവർ എൻഗേജ് ചെയ്തില്ല. അങ്ങനെ ഡോറ് തുറന്നു കഴിഞ്ഞിട്ട് ഇത്രയും ബ്രൂസസും ഇതൊന്നും അല്ല അവരുടെ പ്രശ്നം. അവരുടെ പ്രശ്നം ഇവനൊത്തിരി കല്യാണ ആലോചനകൾ വന്നതാ, എന്നെ കല്യാണം കഴിച്ചതാണ് ഇതായത്, അവർക്ക് ഇഷ്ടം പോലെ സ്വർണ്ണോ അതും ഇതൊക്കെ. മൂത്ത ചേച്ചിയും അമ്മയും ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത്, ഒരടിയൊക്കെ കിട്ടിയാൽ സഹിക്കണം. മൂത്ത ചേച്ചി ഇങ്ങനെ വന്നിട്ട് നിൻ്റെ അടുത്ത് അടിക്കല്ലേ എന്ന് പറഞ്ഞിട്ടില്ലേടാ, വളരെ സിമ്പിൾ കാര്യം പോലെ. എന്നിട്ട് അവർക്കതൊരു വലിയൊരു വിഷയമേ അല്ല. എന്നിട്ട് അങ്ങനെയൊക്കെ. പിന്നെ ഇളയ സിസ്റ്റർ വന്നിട്ട് ഭയങ്കരമായിട്ട് എൻ്റെ അടുത്ത് ചൂടായ, കുട്ടി അടിക്കാനൊക്കെ വന്നു. പിന്നെ എങ്ങനെയാണ് ഇത് വീട്ടുകാർ ഇത്രയും ഉപദ്രവിച്ചു എന്നുള്ളൊരു വിഷയം അറിയുന്നത്? ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെൻറ്റ് എടുത്തതിന് ശേഷമാണോ? ഞാൻ ഹോസ്പിറ്റലിൽ ഒബ്സർവേഷനിലായിരുന്നു. അപ്പോൾ എൻ്റെ ബ്രദർ ഒന്ന് വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ഒബ്സർവേഷനിലാണ്, അതിനുശേഷം ഹസ്ബൻഡിൻ്റെ വീട്ടിലോട്ട് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് ബ്രദർ പറഞ്ഞ ബ്രദറും അമ്മയും കൂടി ഒന്ന് വരാം, അതിനുശേഷം നീ വീട്ടിൽ പോയിക്കോ എന്നങ്ങനെ പറഞ്ഞു. അതിനെ വന്ന് കണ്ട് ഇത്രയും സിവിയർ ആണെന്ന് കണ്ടതിന് ശേഷം അവർ എൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഹസ്ബൻഡും ഹസ്ബൻഡിൻ്റെ ബ്രദറിൻ ലോയും കൂടി വന്നു, എന്നെ പിടിച്ചുകൊണ്ട് പോകാൻ നോക്കി. പിടിച്ചുകൊണ്ട് പോകാൻ നോക്കിയപ്പം എൻ്റെ ബ്രദറും എൻ്റെ അങ്കിളും വന്നിരുന്നു. ആ അങ്കിളും തടഞ്ഞു. അവർക്ക് 2 പേർക്ക് ഇടി കിട്ടി. അത് കഴിഞ്ഞിട്ട് എന്നെ ഒന്ന് എന്നെ ഒന്ന് പിടിച്ചുകൊണ്ട് പോകാൻ നോക്കി. അപ്പോൾ എൻ്റെ മമ്മി പറഞ്ഞു, മമ്മിയെ കൊന്നിട്ടേ എന്നെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അങ്ങനെ മമ്മി തടഞ്ഞത് കാരണം അതായത് സെക്യൂരിറ്റി എല്ലാം പോലീസിനെയൊക്കെ വിളിച്ചു. അങ്ങനെ അവർ പോയി. അതിനുശേഷമാണ് കേസെല്ലാം കൊടുക്കുകയും. അപ്പോൾ നിങ്ങൾ എന്താണ് ഇനി നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം? കാര്യം എത്രയും ഒരു ബുദ്ധിമുട്ടുണ്ടായിരിക്കണം. എന്താണ് അപ്പോൾ നിങ്ങളുടെ ഒരു സ്റ്റാൻഡ്? ഫോർവേഡ് ചെയ്യാൻ, കേസ് ആയിട്ട് ഫയൽ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്, സെപ്പറേഷൻ. ഈ യുവതിയുടെ പരാതിയിൽ ഇപ്പോൾ കുണ്ടറ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ FIR-ൽ തന്നെ പറയുന്നുണ്ട് തലയ്ക്കുൾപ്പെടെ പരിക്കേറ്റിട്ടുണ്ട്, ഇത്തരത്തിൽ സ്ത്രീധനം ചോദിച്ചുകൊണ്ടാണ്, അമിതമായി ചോദിച്ചുകൊണ്ടാണ് മർദ്ദിച്ചത് എന്നുള്ള കാര്യം FIR-ൽ തന്നെ പറയുന്നുണ്ടെങ്കിൽ പോലും വകുപ്പുകൾ അത്തരത്തിൽ ചുമത്തിയിട്ടില്ല എന്നുള്ള പരാതിയും കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. ക്യാമറ പേഴ്സൺ രതീഷ് മാടമ്പിശ്ശേലിനൊപ്പം ലിജോ റോളൻസ്.
മീഡിയ 1 കൊല്ലം.